CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രൻ സ്മാരകം നിർമ്മിക്കാൻ ആദ്യം കണ്ടെത്തിയ ഭൂമിയിൽ നിന്ന് പിന്മാറി സർക്കാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപത്തെ 40 സെന്റ് ഭൂമിയായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. പ്രതിഷേധം ശക്തമായതിനെ തുടർന്നായിരുന്നു പിന്മാറ്റം. എന്നാൽ പകരം കണ്ടെത്തിയ ഭൂമി തീരെ യോജ്യമല്ല എന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞു. ജനം ബ്രേക്കിംഗ്. CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന് സ്മാരകം നിർമ്മിക്കാൻ കാനം രാജേന്ദ്രൻ ഫൗണ്ടേഷന് ചെറുവൈക്കലിൽ 62.67 സെന്റ് ഭൂമി അനുവദിക്കാൻ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകിയ അപേക്ഷയെ തുടർന്നായിരുന്നു തീരുമാനം. എന്നാൽ മെഡിക്കൽ കോളേജിന് സമീപം കണ്ടെത്തിയ സ്ഥലത്തിന് NOC നൽകാൻ ആരോഗ്യവകുപ്പ് തയ്യാറായില്ല. ശക്തമായ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ആരോഗ്യവകുപ്പ് നിർബന്ധിതമായത്. മെഡിക്കൽ കോളേജ് മാസ്റ്റർ പ്ലാൻ പദ്ധതിയുടെ ഭാഗമായി മൾട്ടി ലെവൽ പാർക്കിംഗ് ഏരിയ നിർമ്മിക്കാൻ മാറ്റിവെച്ച സ്ഥലമായിരുന്നു ആദ്യം കണ്ടെത്തിയിരുന്നത്. ആരോഗ്യവകുപ്പ് ധൃതി പിടിച്ച് സ്മാരകത്തിനായി ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ നീക്കം നടത്തിയെങ്കിലും വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. ആരോഗ്യവകുപ്പ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടതും വിമർശനത്തിന് ഇടവരുത്തിയിരുന്നു. തുടർന്ന് റവന്യൂ വകുപ്പ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന് സമീപത്തായി 50 സെന്റ് ഭൂമി കണ്ടെത്തുകയായിരുന്നു. റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥലം തന്നെ ആയതിനാൽ NOCയും ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഏറെ താഴ്ചയുള്ള സ്ഥലമായതിനാൽ സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം അനുയോജ്യമല്ലെന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞു. എന്നാൽ നഗരത്തിൽ പകരം ഭൂമി കണ്ടെത്താനുള്ള പ്രയാസം റവന്യൂ വകുപ്പിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ നിർമ്മാണം തുടങ്ങാനാണ് ഏതാണ്ട് ധാരണയായിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.